أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد، أعوذ بالله من الشيطان الرجيم. والله أخرجكم من بطون أمهاتكم لا تعلمون شيئا وجعل لكم السمع والأبصار والأفئدة لعلكم تشكرون. മാന്യ സഹോദര സഹോദരിമാരെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ മാഹിറുൽ മുഅയ്ഖിലി സംസാരിച്ച വിഷയം ശുക്ർ എന്നതാണ്. അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുന്നതായ അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹത്തിന് സൃഷ്ടികൾ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പലയിടങ്ങളിലായി അവന്റെ നിഅമത്തുകൾ പറയുമ്പോഴെല്ലാം മടക്കി മടക്കി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതായ ഒരു മഹാബാധ്യതയാണ് ഈ ശുക്റുൻ നിഅമ എന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശുക്ർ ചെയ്തവർക്ക് അവൻ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ശുക്ർ ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ ഭയാനകമാണ് എന്നാണ് പറഞ്ഞത്. അതെ, അപ്പോൾ ഇന്ന് മക്ക ഇമാമ് ചർച്ച ചെയ്തതായ വിഷയം മദീന ഇമാമ് ചർച്ച ചെയ്തതായ വിഷയത്തോട് തുല്യതയുമുണ്ട്. അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുക എന്ന വിഷയം ആശുറ എന്ന നോമ്പിലൂടെ എന്ന വിഷയം നാം മുഖാറന നടത്തി നോക്കുകയാണെങ്കിൽ, താരതമ്യപ്പെടുത്തി നോക്കുകയാണെങ്കിൽ, ഡോക്ടർ അബ്ദുൽ ബാരി സുബൈത്തിയാണ് മദീനയിൽ ഖുത്ബ ഓതിയത്. അള്ളാഹു പറയുന്നു, വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും, നിങ്ങൾ അള്ളാഹുവിനെ മറന്നവരായി മാറരുത്. അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായ അനുഗ്രഹങ്ങൾക്ക്, നിഅമത്തുകൾക്ക് നന്ദി പ്രകടിപ്പിക്കാതിരിക്കുക എന്നത് അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ മറക്കുക എന്ന, അള്ളാഹുവിനെ കൂട്ടാക്കാതിരിക്കുക എന്ന, അള്ളാഹുവിനെ മറന്നുപോയവർ എന്ന ആയിനത്തിൽപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾ മറന്നതായി മാറും. നിങ്ങൾക്ക് നിങ്ങൾ നൽകേണ്ടതായ ബാധ്യത, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ നരകത്തിലിട്ട് മോചിപ്പിക്കേണ്ടതായ ബാധ്യത എന്നീ കാര്യങ്ങളിൽ നിന്നിട്ട് നിങ്ങൾ പിൻവലിച്ചവരായി മാറും എന്ന അർത്ഥത്തിലേക്ക്. അതെ, മാ യഫ്അലുല്ലാഹു ബിഅദാബികും ഇൻ ശകർതും വആമൻതും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ എന്തിനു ശിക്ഷിക്കുന്നു എന്ന് ഖുർആനിൽ ചോദിക്കുന്നു. നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുകയാണെങ്കിലും, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുകയാണെങ്കിലും, നന്ദി പ്രകടിപ്പിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഹൃദയ ഭാഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ കെട്ടുറപ്പുള്ള വിശ്വാസമുള്ളവരായി മാറുക എന്നത്. സൃഷ്ടികൾ നിന്നിട്ട് സൃഷ്ടാവിന് ആവശ്യമുള്ളത്, സൃഷ്ടാവായ റബ്ബുൽ ഇസ്സത്ത് അവരെ സൃഷ്ടിച്ചതിന് പകരമായി അവര് ആ സൃഷ്ടാവിനെ കൊണ്ട് വിശ്വസിക്കുക, അവന് സമർപ്പണബോധത്തോടു കൂടി ആരാധനകൾ സമർപ്പിച്ച് അവനെ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഇരിക്കുക എന്നതാണ്. നബിമാരെ എല്ലാം റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു അയച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അവരോട് പറയാറുള്ള ശൈലിയായിരുന്നു നബിമാരോട്, ദക്കിറുഹും ബി അയ്യാമില്ലാ, അള്ളാഹുവിന്റെ അയ്യാമുകളെ നിങ്ങൾ അവർക്ക് സ്മരിപ്പിച്ചു കൊടുക്കുക. അള്ളാഹു ചെയ്തതായ നിഅമത്തുകളാണെങ്കിൽ നിഅമത്ത്, ശിക്ഷകളാണെങ്കിൽ ശിക്ഷകൾ, അത് അള്ളാഹുവിന്റെ അയ്യാമുകളാണ്. ഓരോ കാലഘട്ടത്തിലും റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ആ കാലഘട്ടത്തിൽ നിയോഗിക്കപ്പെടാറുള്ളതായ നബിമാര് നിയോഗിക്കപ്പെട്ട ഖൗമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് കൽപ്പിച്ച കൽപ്പന പാലിക്കാതിരിക്കുമ്പോൾ ആ സന്ദർഭത്തിൽ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു അവരെ ശിക്ഷിക്കും. പക്ഷേ ശിക്ഷയ്ക്ക് മുമ്പായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഖൗമിനോട്, ആ നബിമാരെ നിയോഗിക്കപ്പെട്ടതായ ആ സമൂഹത്തോട് അവർക്ക് നന്ദി പ്രകടിപ്പിക്കാനുള്ളതായ ചുറ്റുപാടുകൾ ഉണ്ടാക്കി കൊടുക്കും. ആ നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി നിഅമത്തുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ധാരാളം നിഅമത്തുകൾ അവർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു അവരോട് പറഞ്ഞ ശൈലിയെ കുറിച്ച് ഖുർആൻ പറയുന്നതായിട്ട് കാണാം. ഉദ്കുറു ഇദ് ജഅലകും ഖുലഫാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ സ്മരിക്കുക, നിങ്ങൾ ഓർക്കുക, നിങ്ങളെ ഞാൻ പ്രാതിനിധ്യം വഹിക്കുന്നവരായി ഭൂമിയിൽ നിർണയിച്ചതായ സമയത്ത്. മിൻ ബഅദി ആദിൻ, ആദ് ഗോത്രക്കാരുടെ ശേഷം സമൂദ് ഗോത്രക്കാരോട് പറയുകയാണ്, വബവഅകും ഫിൽ അർളി, നിങ്ങൾക്ക് ഭൂമിയിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു, അവിടെ താമസിക്കാനുള്ള ചുറ്റുപാടുകൾ ഉണ്ടാക്കി. തത്തഖിദൂന മിൻ സുഹൂലിഹാ ഖുസൂറൻ വതൻഹിതൂനൽ ജിബാല ബുയൂത, നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നതായ വിശാലമായ അനുഗ്രഹത്തിൽപ്പെട്ടതായിരുന്നു
ആ വിശാലമായ ഭൂമികളിൽ, അഥവാ ഇപ്പോൾ നാം പറയുന്ന സൗദി അറേബ്യയുടെ അകത്താണ് ആ സമൂദ് ഗോത്രക്കാർ താമസിച്ചതായ സാലിഹ് നബി അലൈഹി ഇസ്ലാമിന് നിയോഗിക്കപ്പെട്ടതായ അൽ ഉല എന്ന നാട്ടിന് തൊട്ടു നിൽക്കുന്ന ആ സ്ഥലത്ത് വിശാലമായ ഭൂമിയിൽ അവര് ധാരാളം കെട്ടിടങ്ങൾ, പടുകൂറ്റൻ കെട്ടിടങ്ങൾ അവര് നിർവഹിക്കുന്നു എന്ന് മാത്രമല്ല, ജിബാല ബയൂത്ത, അവര് പർവ്വതങ്ങളെ വീടുകളാക്കി മാറ്റുന്നു. നാം ഇപ്പോൾ അവിടെ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാവുന്നതാണ് അതിന്റെ എല്ലാം അവശിഷ്ടങ്ങൾ, പർവ്വതങ്ങളെ ത്വരിച്ച് വീടുകൾ ഉണ്ടാക്കിയതായ ആ അവശിഷ്ടങ്ങൾ. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്തതിന്റെ ശേഷമാണ് അവരോട് അല്ലാഹു ചെയ്തതായ നിഅമത്തിന് നന്ദി ചെയ്യാത്തത് കാരണത്താൽ, നന്ദി പ്രകടിപ്പിക്കാത്തത് കാരണത്താൽ, അഥവാ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്തത് കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനമായി അവരെ നശിപ്പിക്കുകയും ചെയ്തു. അതെ, അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള വസഖറ ലക്കും എന്ന് പറഞ്ഞുകൊണ്ട് പലയിടങ്ങളിലായി ഖുർആനിൽ അല്ലാഹു നമുക്ക് ചെയ്തു തരുന്നതായ അനുഗ്രഹങ്ങളെ ഇങ്ങനെ എണ്ണി എണ്ണി പറയുകയാണ്. എന്നിട്ട് അവസാനമായി എന്തിനാണ് ഇതൊക്കെ ചെയ്തു തരുന്നത്, നിങ്ങൾ നന്ദിയുള്ളവരായി മാറാൻ എന്നാണ് അങ്ങനെയുള്ള ആയത്തുകളുടെ സമാപനം പരിശോധിച്ചു നോക്കിയാൽ കാണുക. ഇപ്പോൾ മക്ക ഇമാമ് ഈ വിഷയം ചർച്ച ചെയ്ത ശേഷം ഖുർആൻ പരിശോധിച്ചു നോക്കിയപ്പോൾ 50ഓളം ആയത്തുകളാണ് നന്ദി പ്രകടിപ്പിക്കുക എന്ന, ശുക്ർ എന്ന പദം റബ്ബുൽ ഇസ്സത്ത് ഖുർആനിലൂടെ ഉപയോഗിച്ചതായിട്ട് കണ്ടത്. അല്ലാഹു ചെയ്തു തരുന്നതായ നിഅമത്തുകളെ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണി തീർക്കാൻ സാധിക്കുന്നതേ അല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു പറയുന്ന ശൈലി കാണാം, ഒമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങൾ എന്തെങ്കിലും നിഅമത്തിൽ, ഭൂമിയിൽ ഏതെങ്കിലും അനുഗ്രഹത്തിൽ മുഴുകുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ കൂടെയുള്ള സർവ്വ നിഅമത്തുകൾ അത് അല്ലാഹുവിൽ നിന്നിട്ട് മാത്രമുള്ളതാണ് എന്ന് അല്ലാഹു തീർത്ത് പറഞ്ഞതായ സംഭവമാണ്. അപ്പോൾ ഈ വിശാലമായ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ദൈനംദിനം ഓരോ ശ്വാസം നാം കഴിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിലാണ് നാം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത്, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിലാണ് നാം നീന്തിക്കൊണ്ടേയിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്ന ആ നന്ദി പ്രകടിപ്പിക്കുക, ശുക്ർ ചെയ്യുക, അല്ലാഹുവിന് നന്ദി പ്രകടിപ്പിക്കുക, അല്ലാഹ് ചെയ്തു തന്നുകൊണ്ടേയിരിക്കുന്ന നിഅമത്തുകൾക്ക് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നിട്ട് ആവശ്യപ്പെടുന്നത്. അല്ലാഹു ചെയ്ത നിഅമത്തിൽ ഏറ്റവും വിശാലമായ നിഅമത്ത് ശക്തികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമ്മെ മുസ്ലിങ്ങളാക്കി മാറ്റി എന്നതാണ്. പണ്ട് ഖന്തഖ് യുദ്ധത്തിലും അതുപോലെ പല രംഗങ്ങളിലും അല്ലാഹുവിന്റെ റസൂലോട് കൂടി സഹാബാക്കൾ പോരാടിയിരുന്ന സന്ദർഭത്തിൽ ചൊല്ലിയിരുന്നതായ പദ്യങ്ങൾ നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്. വല്ലാഹി ലൗലല്ലാഹു മഹ്തദൈനാ വലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന വിശാലമായ അനുഗ്രഹമാണ്. അവന്റെ വിശാലമായ അനുഗ്രഹത്തിലൂടെ നമ്മെ ഹിദായത്തിലാക്കി, നമ്മെ ഈ വിശുദ്ധ മതത്തിന്റെ മെമ്പർഷിപ്പ് ഉള്ളവരാക്കി മാറ്റി, ഈ മതത്തിൽ കടക്കാനുള്ളതായ ഭാഗ്യം നൽകി, ഹിദായത്ത് നൽകി. വല്ലാഹി ലൗലല്ലാഹ് മഹ്തദൈനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്തിട്ടില്ലെങ്കിൽ നാം ഹിദായത്തിലേക്ക് എത്തുകയില്ലായിരുന്നേനെ. വലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ. നാം ധർമ്മം ചെയ്യുകയില്ലായിരുന്നേനെ, നാം നമസ്കരിക്കുകയില്ലായിരുന്നേനെ. അപ്പോൾ നമുക്ക് അല്ലാഹു ചെയ്തുകൊണ്ടിരിക്കുന്നതായ ആ നിഅമത്തുകളിൽ വിശാലമായ ഏറ്റവും വലിയ നിഅമത്താണ് നാം മുസ്ലിം ആവുക എന്നത്, ആ ഹിദായത്തിലേക്ക് എത്തുക എന്നത്. അങ്ങനെയുള്ള ആ ഹിദായത്തിലേക്ക് എത്തിയതായ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിഷയമാകുന്ന നന്ദി പ്രകടിപ്പിക്കുക എന്നത് ആ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ മുഅ്മിനായി മാറുക. എന്താണ് ഈമാൻ എന്ന് പഠിക്കുക. അത് മദീന ഇമാം വിശേഷിപ്പിച്ച, മദീന ഇമാം എന്ന് പ്രത്യേകിച്ച് സൂറത്തുൽ ഇഖ്ലാസ് വിവരിച്ചുകൊണ്ട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ എന്താണ് സൂറത്തുൽ ഇഖ്ലാസിന്റെ പ്രത്യേകത, എന്തുകൊണ്ടാണ് അതിന്റെ അത്രയും വലിയ പ്രത്യേകത ലഭിക്കാൻ കാരണം, 3 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതി കഴിഞ്ഞാൽ മുഴുവൻ ഖുർആൻ ഓതിയ പ്രത്യേകത ലഭിക്കുമെന്ന് നമുക്ക് റസൂലുള്ളാഹി പഠിപ്പിച്ച ശൈലിയുണ്ടല്ലോ. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അത്രയും പ്രാധാന്യം ആ സൂറത്തിന് അല്ലാഹു നൽകിയെന്നത്. കാരണം ഖുർആനിന്റെ മുതലൊരു ഭാഗം അല്ലാഹു ചർച്ച ചെയ്യുന്ന വിഷയമാണ് തൗഹീദ്, ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഈമാൻ, ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഇഅ്തിഖാദ്, വിശ്വാസപരമായ കാര്യം. അല്ലാഹുവിനെ ആരാധിക്കുക, അല്ലാഹുവിന് വേണ്ടിയാവുക, സർവ്വതും സമർപ്പണം ആസകലം അല്ലാഹുവിന് വേണ്ടിയാവുക, അല്ലാഹുവിന് വേണ്ടി ജീവിക്കുക, അല്ലാഹുവിന് വേണ്ടി മരിക്കുക, അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ഇവിടെ ജീവിക്കുക, അല്ലാഹുവിന്റെ വിധി വിലക്കൽ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇറക്കിയതായ ഖുർആനിനെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അയച്ചതായ ദൂതരായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വേക്കിലാണ് നടക്കുക എന്നതൊക്കെ. അപ്പോൾ ഈ വിശാലമായ അല്ലാഹുവിന്റെ അനുഗ്രഹം നാം മനസ്സിലാക്കുമ്പോൾ അതിൽ ആദ്യത്തെ
മുസ്ലിം ആവുക എന്നതാണ്. ആ മുസ്ലിമായതായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരിശോധിച്ച് നോക്കുക. സൂറത്തുൽ ഇഖ്ലാസ് എന്നതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ നമ്മെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായി 17 തവണയാണ് ഓതിപ്പിക്കുന്നത്. 17 റക്അത്തിലൂടെ അഥവാ 5 വക്ത് നമസ്കാരത്തിലൂടെ. എന്തേ ആ സൂറത്ത് അല്ലാഹു സെലക്ട് ചെയ്യാൻ കാരണം? നമുക്ക് അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. ഖുർആനിന്റെ രത്നച്ചുരുക്കം ആ സൂറത്തിൽ അല്ലാഹു ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആ വിശാലമായ അതിന്റെ ഹൃദയഭാഗം ഇയ്യാക നഅ്ബുദു, നിനക്ക് മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നത്. അപ്പോൾ ആരാധന അള്ളാഹ്ക്ക് മാത്രമെന്നതും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഷിട്ടികൾ ചെയ്യുന്നതായ പ്രധാനപ്പെട്ട ആരാധനയാണ്, ഇബാദത്താണ് നമസ്കാരം. അത് അള്ളാഹുവിന് ചെയ്യുമ്പോൾ അടിമ സമ്മതിക്കുകയാണ്, നിനക്ക് മാത്രമാണ് ആരാധന റബ്ബേ, നിന്നോട് മാത്രമാണ് സഹായാർത്ഥന റബ്ബേ എന്ന് സമ്മതിക്കുന്നു. എന്തുകൊണ്ട്? നമസ്കാര സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ചിട്ട് സമ്മതിച്ചതായ ആ പ്രാർത്ഥന, ആ ആരാധന, അത് നമസ്കാരത്തിന്റെ പുറത്തും നമസ്കാരത്തിൽ നിന്നിട്ട് ഒഴിവായി കഴിഞ്ഞാലും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത് തുറിച്ച് കാണേണ്ടതാണ്. അങ്ങനെ തന്നെ പ്രവർത്തിക്കേണ്ടതാണ്. അള്ളാഹിന്റെ മുമ്പിൽ വെച്ചിട്ട് നിനക്ക് മാത്രമാണ് ആരാധന, നിന്നോട് മാത്രമാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞതായ ഒരു മുസ്ലിമായ മനുഷ്യൻ പിന്നെ അള്ളാഹുവിനോടല്ലാതെ നമസ്കാരം എല്ലാ സന്ദർഭത്തിൽ പ്രയാസം വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ, പ്രളയം വരുമ്പോൾ, പകർച്ചവ്യാധി വരുമ്പോൾ, എന്ത് പ്രയാസം വന്നാലും അവിടെയെല്ലാം ആ അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. കാരണം അവൻ അള്ളാഹിനോട് 17 തവണ സമ്മതിച്ചതാണ്, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ, നിന്നോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ എന്ന് സമ്മതിക്കുന്നതാണത്. അങ്ങനെ സമ്മതിപ്പിക്കാൻ വേണ്ടിയാണ് ഓരോ സത്യവിശ്വാസിയെ കൊണ്ടും 17 തവണ അള്ളാഹു പറയിപ്പിക്കുന്നതും. അതുകൊണ്ട് തന്നെയായിരിക്കാം നമ്മുടെ കേരളക്കാർ പ്രത്യേകിച്ച് ഓതാറുള്ള വജ്ഹത്തു എന്നതായ ആ ഭാഗം, ആ പ്രാർത്ഥന, ഇഫ്തിതാഹിന്റെ പ്രാർത്ഥന, നമസ്കാരത്തിൽ ചെല്ലുന്ന പ്രാർത്ഥന, അതും കുറിക്കുന്നത് തന്നെയാണ്. ഇന്ന സലാത്തി, എന്റെ പ്രാർത്ഥനകൾ ആ സകലം, നമസ്കാരങ്ങൾ ആ സകലം, നുസുക്കി, എന്റെ നേർച്ച വഴിപാടുകൾ ആ സകലം, മഹിയായ എന്റെ ജീവിതവും മമാത്തി എന്റെ മരണവും ഇല്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ സർവലോക രക്ഷിതാവിന് മാത്രമാണ് എന്ന് സമ്മതിക്കുന്നു. അതെ, ഇങ്ങനെയുള്ള ഈ വിശാലമായ അനുഗ്രഹമാകുന്ന ആ ഇസ്ലാം ഉൾക്കൊണ്ട, ആ ഇസ്ലാമിൽ മെമ്പർഷിപ്പ് നേടാൻ ഭാഗ്യം കിട്ടിയ സത്യവിശ്വാസിയുടെ ആദ്യത്തെ ബാധ്യതയാണ് നാം കേട്ടത്. മുഅ്മിനായ ശേഷം ഇഅ്തിഖാദ് ക്ലിയർ ആക്കുക, വിശ്വാസം ക്ലിയർ ആക്കുക, അതിൽ മായം കലർത്താതിരിക്കുക, അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി പാടുപെടുക. ആ സന്ദർഭത്തിൽ ഖബറാളികൾക്ക് ചെല്ലുമ്പോൾ അവിടെ ചോദിക്കേണ്ടത് അള്ളാഹിനോട് മാത്രമാണ്. ഖബറാളികൾക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുക എന്നല്ലാതെ ഖബറാളികളോട് പ്രാർത്ഥിക്കുക എന്നതായ ആ ക്രൂര കൃത്യം, ആ നീച നികൃഷ്ട ശിർക്ക് ഒരിക്കലും സത്യവിശ്വാസി അരുത്, ചെയ്യാൻ പാടുള്ളതല്ല എന്നത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ആ ഷിട്ടിയെ കൊണ്ട്, ആ മുസ്ലിമിനെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വ ഇയ്യാക നസ്തഈൻ എന്ന് ആ 17 തവണ നിർബന്ധമായി പറയിപ്പിക്കുന്നത്. നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ, നിന്നോട് മാത്രമേ സഹായം പാടുള്ളൂ എന്ന തത്വം അംഗീകരിപ്പിക്കുന്നത്. അതെ, അങ്ങനെയുള്ള ആ ഇസ്ലാമിൽ മെമ്പർഷിപ്പ് നേടുക എന്നത് അള്ളാഹു ചെയ്യുന്ന വലിയ നിഅമത്താണ്, ഏറ്റവും വലിയ നിഅമത്താണ്. ആ നിഅമത്തിലേക്ക് എത്താത്തവരാണ് ഇന്ന് ലോകത്തിൽ ജീവിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം. എത്ര വലിയ അനുഗ്രഹത്തിലാണ് സത്യവിശ്വാസികൾ മുഴുകിക്കൊണ്ടേയിരിക്കുന്നത്. ഈ അനുഗ്രഹത്തിലേക്ക് എത്താൻ ലോകരിൽ നിന്നിട്ട് ബഹുഭൂരിപക്ഷത്തിന് സാധിച്ചിട്ടില്ല എന്നത് നാം കാണുന്ന യാഥാർത്ഥ്യമാണ്. അവർക്കെന്താ ബുദ്ധിയില്ലേ? അവർക്കെന്താ വിവേകമില്ലേ? അവരുടെ ബുദ്ധി കൊണ്ട് അവര് പലതും സമ്പാദിക്കുന്നില്ലേ, ലോകത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നില്ലേ? എല്ലാം ഉണ്ട്. പക്ഷേ ഹിദായത്ത് എത്തുക എന്നത്, സന്മാർഗത്തിലേക്ക് എത്താൻ സാധിക്കുക എന്നത് ഒരു മഹാനിഅമത്താണ്. ആ നിഅമത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ടവരെ സെലക്ട് ചെയ്യുകയാണ്. എപ്പോഴാണ് ഇഷ്ടപ്പെടുക? ഫലമ്മാ സാഖു അസാഖ അല്ലാഹു ഖുലൂബഹും, അവര് സത്യം വേണ്ട എന്ന് തീരുമാനിച്ചപ്പോൾ അല്ലാഹു അവരുടെ ഹൃദയത്തെ സത്യത്തിൽ നിന്ന് ദൂരപ്പെടുത്തുന്നു, സത്യം ഉൾക്കൊള്ളാനുള്ള ചാൻസ് നൽകാതിരിക്കുന്നു. അതേ സമയത്ത് അവര് സത്യം വേണമെന്ന് തീരുമാനിച്ച് സത്യത്തെ പഠിച്ച് സത്യത്തെ മനസ്സിലാക്കി സത്യത്തെ ഉൾക്കൊണ്ട് സത്യം പറയുന്നവരുടെ സദസ്സിൽ ചെന്ന് സത്യം ഗ്രഹിക്കാനുള്ളതായ നിർബന്ധമുണ്ടാകുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ളതായ ചാൻസ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു. അല്ലാഹു ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് യഹ്ദി മൻ അനാബ്, യഹ്ദി മൻ യുനീബ്, നമ്മളിലേക്ക് മടക്കുന്നവരെ നാം ഹിദായത്തിലേക്ക് നയിക്കുമെന്നതാണ്. الذين اهتدوا زادهم هدى وآتاهم تقواهم. സന്മാർഗത്തിലേക്ക് നയിക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ച ആ ഹിദായത്തിലേക്ക് എത്താൻ വേണ്ടി പാടുപെടുന്ന കഷ്ടപ്പെടുന്ന വിഭാഗം സാദഹും ഹുദ, അവർക്ക് നാം ഹിദായത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കും, അവരുടെ തഖ്വയിൽ അവരെ അടിയുറപ്പിച്ച് നിർത്തും എന്ന് അള്ളാഹു ഖുർആനിൽ സത്യവാഗ്ദാനം ചെയ്തതാണ്. അതേ സമയത്ത് നേരെ മറിച്ച് ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈ, നാം അവർക്ക് നൽകിയതായ അനുഗ്രഹത്തെ അവർ മറന്നുകൊണ്ട്, അവര് മതി മറന്നുകൊണ്ട്
ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന സന്ദർഭത്തിൽ അവരെ പരിശോധിക്കാൻ വേണ്ടി അനുഗ്രഹങ്ങളുടെ കവാടം തുറന്നു കൊടുക്കും. അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല കഠിനമായ ശിക്ഷ കൊണ്ട് ഈ ഭൂമിയിൽ നിന്നിട്ടും ശിക്ഷിക്കും, പരലോകത്തും അവരെ ശിക്ഷിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള മഹാ അപകടത്തിൽ പെടുന്നവരിലേക്ക് അള്ളാഹു ഖുർആൻ സൂചന നൽകിയത് നന്ദി പ്രകടിപ്പിക്കാത്ത വിഭാഗത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ്. അതെ, നാം ഈ വിഷയം ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ പല പല ശൈലികളുണ്ട്. ഞാൻ ഓതി വെച്ചതായ ആയത്ത് നിങ്ങൾ കേട്ടല്ലോ. എന്താണ് അള്ളാഹു പറയുന്നത്? അല്ലാഹു അഖറജകും മിൻ ബുതൂനി ഉമ്മഹാതികും. നിങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മാതാക്കളുടെ പള്ളയിൽ നിന്നിട്ട് അള്ളാഹു പുറപ്പെടുവിച്ചു. എങ്ങനെയാണ്? ലാ തഅലമൂന ഷൈആ. ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഒന്നും അറിയുകയില്ലായിരുന്നു, നിങ്ങൾക്ക് എന്ത് ചെയ്യാനും അറിയുകയില്ലായിരുന്നു. നിങ്ങൾക്ക് എവിടേക്കാണ് വന്നത്, എവിടുന്നാണ് വന്നത് ഒന്നും അറിയാത്തതായ, ഒന്നും ചെയ്യാൻ അറിയാത്ത, ഒന്നും പറയാൻ അറിയാത്ത, ഒന്നും പ്രവർത്തിക്കാൻ അറിയാത്ത ആ രൂപത്തിലാണ് നിങ്ങൾ ഉമ്മയുടെ മാതാവിന്റെ പള്ളയിൽ നിന്നിട്ട് വന്നത്. പക്ഷേ അള്ളാഹു പറയുന്നു, എന്നിട്ടോ ഞാൻ നിങ്ങൾക്ക് കാതിനെ സൃഷ്ടിച്ചു, വൽ അബ്സാറ, അതുപോലെ തന്നെ കണ്ണിനെ സൃഷ്ടിച്ചു, കണ്ണിനെ നൽകി, വൽ അഫിദത, ഹൃദയത്തെ നൽകി. ഇതെല്ലാം നിങ്ങളെ പ്രസവിക്കപ്പെടുന്ന നിങ്ങൾ ഉമ്മയുടെ പള്ളയിൽ നിന്നിട്ട് വരുന്ന സന്ദർഭത്തിൽ അവിടെ കാത് നൽകപ്പെട്ടിട്ടുണ്ട്, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണ് നൽകിയിട്ടുണ്ട്, അപ്രകാരം തന്നെ ബുദ്ധി നൽകിയിട്ടുണ്ട്. എന്തിനാണ് ഇതൊക്കെ അതോടുകൂടി നൽകിയത്? ലഅല്ലക്കും തഷ്കുറൂൻ. നിങ്ങൾ അവിടെ ജീവിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു ചെയ്തതായി വിശാലമായ അനുഗ്രഹത്തിന് നന്ദിയുള്ളവരാവാൻ വേണ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ അദീമിൽ പറയുന്നു. അതെ, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അമല സാലിഹൻ തർളാ വഅസ്ലിഹ് ലി ഫീ ദുരിയത്തി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ എന്ന പ്രാർത്ഥന 40 വയസ്സ് പൂർത്തിയാകുന്ന വേളയിൽ ഒരു സത്യവിശ്വാസി യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ചാൻസ് നൽകുമ്പോൾ പറയേണ്ടതായ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ അള്ളാഹു ഖുർആനിൽ സൂചിപ്പിച്ച ശൈലിയാണ്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിവരിച്ച ശൈലിയാണ് റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ. അതെ, 40 വയസ്സ് വരെ ജീവിക്കാൻ സാധിച്ച വ്യക്തിക്ക് ആ യുവത്വം തുളുമ്പുന്ന സന്ദർഭത്തിൽ ജീവിക്കാനും അള്ളാഹു ചെയ്തതായ വിശാലമായ അനുഗ്രഹത്തിലൂടെ ആസ്വദിക്കാനും സാധിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ സന്ദർഭത്തിൽ അള്ളാഹു അവനോട്, അള്ളാഹുവേ എനിക്ക് നീ നന്ദി പ്രകടിപ്പിക്കാനുള്ള തൗഫീഖ് നൽകണം എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും. അതുപോലെ തന്നെ ആ നന്ദി പ്രകടിപ്പിക്കുന്ന കൂട്ടത്തിൽ വൻ അഅമല സാലിഹൻ തർളാ, നീ ഇഷ്ടപ്പെട്ട അമലുകൾ, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ചുറ്റുപാടുകൾ നീ എനിക്ക് ഉണ്ടാക്കി തരണമെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് കൽപ്പിച്ചത് ഒരു സത്യവിശ്വാസിയോട് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു. എന്ന് മാത്രമല്ല, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അമല സാലിഹൻ തർളാ വഅസ്ലിഹ് ലി ഫീ ദുരിയത്തി. 40ാമത്തെ വയസ്സിലേക്ക് എത്തുന്ന മനുഷ്യന് മക്കളുണ്ടാകും, സന്താനമുണ്ടാകും ബഹുഭൂരിഭാഗവും. ആ സന്ദർഭത്തിൽ എന്ത് പ്രാർത്ഥിക്കേണ്ടി വരുന്നു? ആ മക്കൾക്ക് വേണ്ടി എനിക്ക് എന്റെ കുട്ടികളെ, എന്റെ സന്താനങ്ങളെ സാലിഹ്യങ്ങളാക്കി മാറ്റണം, നന്ദി പ്രകടിപ്പിക്കുന്നവരാക്കി മാറ്റണം എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടു. അതെ, ഈ സന്ദർഭത്തിൽ നാം അള്ളാഹുവിന് നമ്മുടെ സൽക്കർമ്മങ്ങളിലൂടെ, നമ്മുടെ പ്രാർത്ഥനകളിലൂടെ, നമ്മുടെ ആരാധനകളിലൂടെ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മോട് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഖുർആനിലൂടെ പല തവണയായി കൽപ്പിച്ചതെന്നതിനു പുറമെ നബിമാരോടെല്ലാം നിങ്ങൾ അവരവരുടെ ഉമ്മത്തുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്തതായ അനുഗ്രഹങ്ങൾ എണ്ണിപ്പറഞ്ഞിട്ട് അള്ളാഹുവിനെ നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി അവരോട് ആവശ്യപ്പെട്ടു. ആ നന്ദി അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച്, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച്, അള്ളാഹുവിന്റെ വിധികൾ ജീവിതത്തിൽ പകർത്തി വിലക്കുകൾ ഒഴിവാക്കി നിന്ന് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ജീവിക്കുക എന്നതാണ്. ഇനി നാം പരിശോധിച്ചു നോക്കുക. നാം ഇവിടെ ജീവിക്കുന്ന സന്ദർഭത്തിൽ നമ്മളോട് കൽപ്പിക്കപ്പെട്ടു അനിഷ്കുർലി വലിവാലിദൈക്, എനിക്ക് നീ നന്ദി പ്രകടിപ്പിച്ചാൽ പോരാ, പിന്നെയോ നീ ഇവിടെ വരാൻ കാരണക്കാരായ നിന്റെ മാതാപിതാക്കൾക്ക് നീ നന്ദി പ്രകടിപ്പിക്കണം. എത്രത്തോളം നിന്റെ മാതാപിതാക്കൾ അള്ളാഹിന്റെ കൽപ്പന അനുസരിക്കാത്ത, അള്ളാഹുവിന്റെ വഴിയിൽ വരാത്ത, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്ത, ശിർക്ക് ചെയ്യുന്ന വിഭാഗമാണെങ്കിൽ പോലും നന്ദി പ്രകടിപ്പിക്കുന്നതിൽ എന്നാണ് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു സൂറത്തുൽ ലുഖ്മാനിലൂടെ കൽപ്പിച്ചത്. നിന്നോട് നിന്റെ മാതാപിതാക്കൾ ശിർക്ക് ചെയ്യാൻ വേണ്ടി, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി സൃഷ്ടി വസ്തുക്കളെയും വ്യക്തികളെയും ജിന്നുകളെയും മലക്കുകളെയും നബിമാരെയും ഔലിയാക്കന്മാരെയും സാലിഹ്യങ്ങളെയും ഖബറാളികളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി നിന്റെ മാതാപിതാക്കൾ നിന്നോട് കൽപ്പിക്കുകയാണെങ്കിൽ അതിൽ നീ അവരെ അനുസരിക്കരുത്. നിനക്ക് ഖുർആനിലൂടെ വിവരം നൽകാത്ത, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അള്ളാഹുവിന് മാത്രമേ ആരാധിക്കാവൂ എന്ന തൗഹീദ് ഖുർആൻ പഠിപ്പിച്ച ശൈലിയാണ്. അതിന് ഘടകവിരുദ്ധമായ ശിർക്കിലേക്ക്, അതിന് ഘടകവിരുദ്ധമായ തത്വത്തിലേക്ക് അവർ ക്ഷണിക്കുകയാണെങ്കിൽ ഫലാ
തുതിഉഹുമാ, മാതാപിതാക്കളെ ആ വിഷയത്തിൽ അനുസരിക്കരുത്. അതേ സമയത്ത് വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ, മഅറൂഫായ ദുനിയവിയായ കാര്യങ്ങളിൽ പതിവായിട്ട് നാം ചെയ്യാറുള്ളതായ ആ നന്മകളിൽ അവരെ പങ്കുകൊള്ളിക്കണം, അവർക്ക് നന്മ ചെയ്തുകൊണ്ടേയിരിക്കണം. അതിൽ നാം വീഴ്ച വരുത്താൻ പാടുള്ളതല്ല. അവരെ മുസ്ലിങ്ങളായിരുന്നാലും ശരി എന്ന് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു വിശുദ്ധ ഫുർഖാനിൽ അദീമിലൂടെ വിവരിക്കുകയുണ്ടായി. അപ്പോൾ പറഞ്ഞു വരുന്നത് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു വിശുദ്ധ ഫുർഖാനിൽ അദീമിൽ അല്ലാഹുവിനെ നിങ്ങൾ നന്ദി പഠിപ്പിക്കുകയും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്, നിങ്ങൾ എനിക്ക് നന്ദി പ്രകടിപ്പിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും എന്റെ അനുഗ്രഹങ്ങൾ. അതേ സമയത്ത് വലഇൻ കഫർതും, നിങ്ങൾ നന്ദി കേടാണ് കാട്ടുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക? നിങ്ങളെ എന്റെ ശിക്ഷ പിടികൂടും, ഞാൻ നിങ്ങളെ ശിക്ഷിക്കും എന്നാണ് പറഞ്ഞത്. എന്നല്ലാതെ ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹിക്കുകയില്ല, അനുഗ്രഹം വർദ്ധിപ്പിക്കുകയില്ല, അത് സ്റ്റോപ്പാക്കും എന്നല്ല പറഞ്ഞത്. മറിച്ച് നിങ്ങൾ നന്ദികേട് കാട്ടുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ ശിക്ഷിക്കും എന്ന പദമാണ് അല്ലാഹു ഉപയോഗിച്ചത്. ഇത് കേൾക്കുമ്പോൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ചെയ്തതായ ആ വിശാലമായ അല്ലാഹു ചെയ്തതായ ആ അനുഗ്രഹത്തിന്റെ മുമ്പിൽ മൂസാ നബി അലൈഹിസ്സലാം കാട്ടിയത് എന്തായിരുന്നു? ബനൂ ഇസ്രായേലുകളുടെ അടുക്കിലേക്ക് ദഅവത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ആ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ആദ്യ കാലഘട്ടത്തിൽ ഫറോവയുടെ മുമ്പിലാണ് തൗഹീദിന്റെ ദഅവത്തുമായി ചെന്നത്. അങ്ങനെ ചെന്നതായ സന്ദർഭത്തിൽ ദൃഷ്ടാന്തങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു. പലർക്കും അറിയാവുന്നതാണ്. ഖുർആനിൽ 70-ൽ പരം പ്രാവശ്യം അല്ലാഹ് ചർച്ച ചെയ്തതായ ഒരു വിഷയമാണ് മൂസാ നബിയുടെ ഹിസ്റ്ററി അലൈഹിസ്സലാം. ആ സംഭവം പറയുന്ന കൂട്ടത്തിൽ ഫറോവയുടെ മുമ്പിലേക്ക് പോയതും അവരും മഹാനായ ഹാറൂൻ അലൈഹിസ്സലാമും അങ്ങനെ രണ്ടുപേരും ഫറോവയുടെ അടുക്കിലേക്ക് ചെന്നതും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചതും അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തതും മുഇസ്സത്തുകൾ കാണിച്ചു കൊടുത്തതും അവസാനം മരണക്കാരോട് ഒരുമിച്ച് കൂട്ടിയതും മരണക്കാർ കൊണ്ടുവന്നതായ അവരുടെ ആ മരണത്തെ തകർത്തുന്ന രൂപത്തിലുള്ളതായ മുഇസ്സത്തിലൂടെ വടി പാമ്പാവലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അത്ഭുതങ്ങൾ പ്രകടിപ്പിച്ചു കൊടുക്കുകയും ഇതെല്ലാം കാട്ടിയതോടൊപ്പം ആ ഫറോവ പരാക്രമിയായിട്ട് അവരിൽ നിന്നുള്ള ബനൂ ഇസ്രായേലിൽ നിന്നുള്ള പുരുഷന്മാരെ വധിക്കുകയും അക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തതായ ആ മഹാ ക്രൂരകൃത്യത്തിന്റെ വിധേയരായിരുന്നതായ ആ മൂസാ നബി അലൈഹി സ്വലാമും അവരുടെ ഖൗമായ സമൂഹമായ ബനൂ ഇസ്രായേലികളും പ്രയാസത്തിൽ അതിന്റെ അവസാനത്തെ ഘട്ടങ്ങളിലേക്ക് എത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരു മഹാ അനുഗ്രഹം ചെയ്തു. അതെങ്ങനെയാണ്? മൂസാ നബി അലൈഹി സ്വലാമിനോട് പുറത്തു പോകാൻ വേണ്ടി കൽപ്പിച്ചു, അഥവാ ബനൂ ഇസ്രായേലുകളുടെ നാടാകുന്ന ഫലസ്തീനിലേക്ക് പോകാൻ വേണ്ടി കൽപ്പിച്ചു. ആ സന്ദർഭത്തിൽ മഹാനായ മൂസാ നബി അലൈഹി സ്വലാമും ഖൗമും പുറപ്പെട്ടു എന്ന വാർത്ത കേട്ടപ്പോൾ ഇവന്റെ അക്രമത്തിൽ നിന്നിട്ട്, ഇവന്റെ പരാക്രമത്തിൽ നിന്നിട്ട്, ഫറോവയുടെ പരാക്രമത്തിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉള്ള മാർഗം അവിടെ നിന്ന് നാടുവിടലല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് കണ്ടെത്തിയതായ മൂസയും സമൂഹവും അവിടെ നിന്ന് പുറപ്പെട്ടതായ സന്ദർഭത്തിൽ വിവരം അറിഞ്ഞതായ ഫറോവ അവന്റെ ലക്ഷങ്ങളെ, അവന്റെ പട്ടാളങ്ങളെയുമായി അവരുടെ ബേക്കൽ കുതിച്ചു, അവരെ വധിക്കാൻ വേണ്ടി കുതിച്ചു. അല്ലാഹു പറയുന്നു, ഫലമ്മാ തറ അൽ ജംആനി ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. അങ്ങനെ രണ്ട് വിഭാഗം അടുത്ത് അവരുടെ മുമ്പിൽ സമുദ്രമാണ്, നൈൽ നദിയാണ്. നൈൽ നദിയിലേക്ക് ഒന്നിരിക്കലോ ചാടണം, അങ്ങനെ മരണപ്പെടണം, അല്ലെങ്കിൽ ഇവരുടെ വാളിനെ എറിയാവണം. രണ്ടാലൊന്നല്ലാതെ വേറെ മാർഗമില്ല. അങ്ങനെയുള്ള ഒരു രംഗത്തിലേക്ക് എത്തിയപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കുക, അവസാനത്തെ നിമിഷം അഥവാ മരണത്തോട് മല്ലിടുന്ന നിമിഷത്തിലേക്ക് എത്തിയപ്പോൾ ഖാല അസ്ഹാബു മൂസ, മൂസാ നബി അലൈഹി സ്വലാമിന്റെ സമൂഹമാകുന്ന ബനൂ ഇസ്രായേലികൾ പറഞ്ഞു, ഇന്നാ ലമുദ്റകൂൻ, നാം ഫറോവയുടെ ആ വാളിനെ എറിയാവേണ്ടി വരും, അല്ലെങ്കിൽ മരണപ്പെടേണ്ടി വരും ഇവിടെ സമുദ്രത്തിൽ മുങ്ങിയിട്ട്, നമുക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോൾ മഹാനായ മൂസയുടെ മറുപടി എന്തായിരുന്നു? അലൈഹിസ്സലാം, കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. ഇല്ല, അങ്ങനെ സംഭവിക്കുക തന്നെ ഇല്ല. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് ഈ അപകടത്തിൽ നിന്നിട്ട് എന്നത് അള്ളാഹു കാണിച്ചു തരുക തന്നെ ചെയ്യും, അതിന്റെ മാർഗമുണ്ടാക്കി തരുക തന്നെ ചെയ്യുമെന്ന ആ കെട്ടുറപ്പുള്ള ഈമാനിന്റെ ഉടമയായ മൂസാ നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ചതായ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? മൂസാ നബി അലൈഹിസ്സലാമിനോട് വെടികൊണ്ട് ഇടിക്കാൻ പറഞ്ഞു. അതേ ഫറോവയുടെ മുമ്പിൽ കാണിച്ചു കൊടുത്ത അവൻ കൊണ്ടുവന്നതായ ആ സാഹിര്യങ്ങളെ കൊണ്ട് അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യിപ്പിക്കാൻ കാരണമായി തീർന്നതായ ആ മുഅ്ജിസത്താകുന്ന ആ വടിയെ കൊണ്ട് ഇവിടെ അടിച്ചു. ആ സമുദ്രത്തിലേക്ക് അടിച്ചപ്പോൾ ആ സമുദ്രം പിളർന്നു, എന്നിട്ട് വഴിയായി മാറി. ആർക്ക്? മൂസാ നബി അലൈഹിസ്സലാമിനും മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖൗമിനും അവരവിടെ രക്ഷപ്പെടാനുള്ളതായ ചുറ്റുപാട് അള്ളാഹു അവർക്ക് ഉണ്ടാക്കി കൊടുത്തു എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നു.
ഈ സന്ദർഭത്തിൽ അവർ വിട്ടുകഴിഞ്ഞു, അവർ രക്ഷപ്പെട്ടു കഴിഞ്ഞു എന്ന് കണ്ടപ്പോൾ ആ ഫറോവയുടെ പട്ടാളം ബേക്കിൽ നിട്ട് അവരുടെ ബേക്കിൽ കുതിച്ചു, അവരുടെ പിന്നിൽ കുതിച്ചു, അവരെ വധിക്കാൻ വേണ്ടി. അവർ കുതിച്ചതായ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമുദ്രത്തെ അവർക്ക് ഖബറാക്കി മാറ്റുകയും ചെയ്തു എന്ന സംഭവം, അത്ഭുത സംഭവം നമ്മെ സംബന്ധിച്ചിടത്തോളമാണ് അത്ഭുത സംഭവം. അത് ലോകം കേട്ടതായ ഖുർആൻ പഠിക്കുന്നവർ പ്രത്യേകിച്ച് അറിഞ്ഞതായ ബനൂ ഇസ്രായേലുകൾക്ക് അല്ലാഹു നൽകിയതായ മഹാ അനുഗ്രഹത്തിന്റെ ഒരു ഭാഗമാണ്. ആ അനുഗ്രഹം മൂസ നബി അലൈഹിസ്സലാമിന് ലഭിച്ചതിന് പകരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹം അല്ലാഹു വർഷിപ്പിച്ച ആശൂറ എന്ന മുഹറം മാസം 10-ാം തീയതിയായിരുന്നു ഈ സംഭവം സംഭവിച്ചത്. ആ ദിവസത്തിൽ മൂസ നബി അലൈഹിസ്സലാമും അതുപോലെ തന്നെ അവരുടെ ഖൗമും നോമ്പ് പിടിക്കാറുണ്ടായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്ന സന്ദർഭത്തിൽ ഇവിടെ ജൂതന്മാർ നോമ്പ് പിടിക്കുന്ന കണ്ടപ്പോൾ ആശൂറ ദിവസത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ നോമ്പ് പിടിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ നേതാവായ മൂസ നബി അലൈഹിസ്സലാമിനെ അല്ലാഹ് രക്ഷിച്ച ദിവസമാണ് ഇത് എന്ന് അവർ മറുപടി നൽകിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയുണ്ടായി, നഹ്നു മൂസ മിൻകും, നിങ്ങളെക്കാൾ കൂടുതൽ മൂസ നബി അലൈഹി സ്വലാമിന് ബന്ധപ്പെട്ടവർ, കടപ്പെട്ടവർ അത് ഞങ്ങളാണ് യഥാർത്ഥത്തിൽ നോമ്പ് പിടിക്കേണ്ടത് എന്ന്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് പിടിച്ചു എന്ന് മാത്രമല്ല, നോമ്പ് നോക്കാത്തവരെ കൊണ്ട് നോമ്പ് പിടിപ്പിക്കാൻ വേണ്ടി നിർബന്ധിപ്പിക്കുകയും അഥവാ പ്രേരിപ്പിക്കുകയും ചെയ്തതായിട്ടും. ഹറ ഷർത്തിയ എന്ന ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന എന്റെ വീടുള്ള ഭാഗമാണ്. ഈ ഭാഗത്തിൽ കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുകിടക്കുകയും ഇവിടെയുള്ളതായ സ്ത്രീകൾ ആശുറ നോമ്പ് പിടിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ കുട്ടികളെ കൊണ്ട് അവർക്ക് കളി സാധനങ്ങൾ വാങ്ങിക്കൊടുത്തിട്ട് അവരുടെ നോമ്പ് തുറന്നു പോകാൻ വേണ്ടി അഥവാ നോമ്പ് ഇടയ്ക്ക് കട്ടാക്കാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത വാർത്തകളൊക്കെ സഹീഹായ ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. എന്തേ അതിൽ നിന്നിട്ട് നാം മനസ്സിലാക്കേണ്ടത് അത്രയും അവര് നിർബന്ധം പുലർത്തിയിരുന്നു ഈ ആശുറ നോമ്പ് പിടിച്ചു കിട്ടണമെന്നതിൽ. റസൂലുള്ളാഹിന്റെ കൽപ്പന പാലിച്ചുകൊണ്ട് ജൂതന്മാരോട് മാറുകാട്ടാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊന്നുകൂടി അവരോട് പറഞ്ഞു, അടുത്ത വർഷവും കൂടി, ഇത് നബിയുടെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ്, അടുത്ത വർഷവും കൂടി ഞാൻ ജീവിക്കുകയാണെങ്കിൽ താസുഅ ദിവസമാകുന്ന ഈ 9-ാം ദിവസവും നോമ്പ് പിടിക്കാൻ വേണ്ടി റസൂലുള്ളാഹിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുലർത്തുകയും ചെയ്തിരുന്നു. അത് കാരണത്താൽ സഹാബാക്കളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആഗ്രഹം പുലർത്താൻ വേണ്ടി താസുഅയിൽ നോമ്പ് പിടിച്ചിരുന്നു. അപ്പോൾ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഈ സംഭവം കാണുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതായ ആശുറ ദിവസത്തിലുള്ള നോമ്പിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തന്നെ കഴിഞ്ഞു പോയതായ ഒരു വർഷത്തിലുള്ളതായ പാപങ്ങൾ അള്ളാഹു ചെറുദോഷങ്ങൾ മറ്റു ഹദീസിന്റെ സഹായത്തോടു കൂടി ചെറുദോഷങ്ങൾ പുറത്തു തരുമെന്ന് എനിക്ക് അള്ളാഹുവിന്റെ പ്രതീക്ഷയുണ്ട് എന്നായിരുന്നു നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിരുന്നത്. ആ നോമ്പ്, അത് ആശുറ നോമ്പ്, അത് നാളെയാണ്. ഇനി ഒരാൾക്ക് ഇന്നത്തെ ദിവസം നോമ്പ് പിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആശുറ നോമ്പ് പിടിച്ച ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാമത് ഈ ദിവസങ്ങളിൽ വെള്ളിയാഴ്ച തനിച്ച് നോമ്പ് പിടിക്കുന്നത് ഉത്തമമല്ല എന്നതുകൊണ്ട് ശനിയാഴ്ചയും കൂടി കൂട്ടിച്ചേർത്ത് നോമ്പ് പിടിക്കൽ നല്ലതാണ്. ആർക്ക്? ഇന്നത്തെ ദിവസം നോമ്പ് പിടിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ 10ഉം 11 അല്ലെങ്കിൽ 9ഉം 10 അങ്ങനെ നോമ്പ് പിടിക്കുക. അങ്ങനെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി മൂസ നബി അലൈഹി സ്വലാം തുടങ്ങി വെച്ചതായ ആ ശൈലി നാമും വ്രതത്തിലൂടെ, നോമ്പിലൂടെ നന്ദി പ്രകടിപ്പിച്ച് അള്ളാഹിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പാടുപെടുക. ഇത് ഈ ദിവസങ്ങളിൽ ചെയ്യാനുള്ളതായ സൽക്കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ടതായ ഭാഗമാണ്. അതേസമയത്ത് ഇത് മുഹറം മാസത്തിലാണ് എന്നതുകൊണ്ട് മുഹറം മാസത്തിൽ അക്രമം പാടില്ല എന്ന് ഖുർആൻ തീർത്ത് പറഞ്ഞതാണ്. ഫലാ തദ്രിമൂ ഫീഹിന്ന അൻഫുസകും, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ വർദ്ധിച്ചു കളയരുത്, ദ്രോഹിച്ചു കളയരുത്. മർദ്ദിക്കുക, ദ്രോഹിക്കുക എന്നത് അത് എന്തിലൂടെയാണ് വരിക? ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തെ വെക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് വെക്കുക എന്നതാണ്. ഒരു സാധനത്തെ വെക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് വെക്കുക, അതാണ് അക്രമം എന്നതാണ്. അപ്പോൾ ആ അക്രമം നാം ചെയ്യാൻ പാടില്ല. ഈ മാസത്തിൽ മുഹറമാത്തുകളായ സർവ്വമാസങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും പാടില്ലാത്തതുപോലെ ഈ ദിവസങ്ങളിൽ പ്രത്യേകം പാടില്ല. എന്താണ്? ഒരു മനുഷ്യൻ ഉണ്ടാവാൻ പാടില്ലാത്ത, ഒരു മുസ്ലിം ഉണ്ടാവാൻ പാടില്ലാത്ത മേഖലയിൽ ഉണ്ടാവാൻ പാടില്ല. അശ്ലീലങ്ങളുടെ മുമ്പിൽ, അനാചാരങ്ങളുടെ മുമ്പിൽ, തോന്നിവാസങ്ങളുടെ മുമ്പിൽ, അക്രമങ്ങളുടെ മുമ്പിൽ, അതുപോലെ തന്നെ എന്തെല്ലാം എവിടെയെല്ലാം അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിപരീതം പ്രവർത്തനങ്ങൾ നടക്കുന്നു അവിടുന്നെല്ലാം വിട്ടുനിൽക്കുക, അതൊക്കെ ഒഴിവായി നിൽക്കുക. അക്രമത്തിൽ നിന്നിട്ടും അനീതിയിൽ നിന്നിട്ടും വിട്ടുനിൽക്കുക. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിൽ അത് ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. അള്ളാഹു നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി തന്നെ മദീന ഇമാമും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഷയത്തോട് തുല്യതയുള്ള വിഷയം തന്നെയാണ്. അള്ളാഹുവിന്റെ ഇബാദത്ത്, ആരാധന നിർവഹിക്കേണ്ടതുപോലെ നിർവഹിച്ച് ചെയ്യേണ്ടതായ അദ്കാറുകൾ
ചെല്ലേണ്ടതായ അദ്കാറുകൾ ചെല്ലേണ്ടതുപോലെ ചെല്ലി അത് ചെല്ലുന്ന സന്ദർഭത്തിലെല്ലാം തൗഹീദിന്റെ മജ്ജ ഉൾക്കൊള്ളുന്നതാണ് അദ്കാർ എന്നതുകൊണ്ട് അതിന്റെ പ്രത്യേകത മനസ്സിലാക്കി റസൂൽ പറഞ്ഞതായ ഓരോ ദിക്റുകൾ ചെല്ലുമ്പോൾ അതിനെക്കുറിച്ച് റസൂൽ പറഞ്ഞതായ ഹദീസുകളെ കുറിച്ചെല്ലാം നമുക്ക് ഒരു ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ ഖുശൂഉം ഖുദൂഉം ഭക്തിയൊക്കെ വരും. അങ്ങനെയൊക്കെ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി നാം ഈ ദിവസങ്ങളിലൂടെ, പ്രത്യേകിച്ച് പൊതുവിൽ എല്ലാ ദിവസങ്ങളിലും ആ അദ്കാറുകൾ ചെല്ലി അള്ളാഹുവിന്റെ ആ കഴിവ് കേൾപ്പ് മനസ്സിലാക്കാൻ, ഈ അള്ളാഹിനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ നിമിഷങ്ങളിലും അള്ളാഹുവിന്റെ അടിമയാണ് ഞാൻ, അള്ളാഹുവിന്റെ ദാസനാണ് ഞാൻ, അള്ളാഹുവിനെ സ്മരിക്കേണ്ടവനാണ് ഞാൻ, അള്ളാഹുവാണ് എന്നെ സൃഷ്ടിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എന്റെ ഇബാദത്തുകൾ, എന്റെ സൽക്കർമ്മങ്ങൾ, എന്റെ നല്ല നല്ല വചനങ്ങൾ, ഇലൈഹി യസ്അദുൽ കലിമുത് തയ്യിബു വൽ അമലു സ്സാലിഹു യർഫഉ, അവനിലേക്ക് നല്ല നല്ല വചനങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. നാം ഇവിടെ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ പോലത്തതായ നല്ല നല്ല വചനങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ അത് കയറുന്നത് അള്ളാഹുലേക്കാണ്. അള്ളാഹുലേക്ക്, ആകാശത്തിലേക്ക് കയറും. വൽ അമലു സ്സാലിഹ്, സൽക്കർമ്മങ്ങൾ കയറും. അത് ഈ മാസത്തിൽ കയറുമ്പോൾ അതിന് അതിൻ്റെതാകുന്ന വൈറ്റുണ്ട്, പ്രതിഫലമുണ്ട് എന്നതുകൂടി മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നാം അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കാത്തവരെ കുറിച്ച് പറയുന്നു, ഇൻ തക്ഫുറു ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും, നിങ്ങൾ നന്ദി കേട് കാട്ടുകയാണെങ്കിൽ, നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ എന്നെ ആരാധിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ എനിക്ക് മാത്രം നേർച്ചയാക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ എന്റെ കൽപ്പന അനുസരിച്ചിട്ട് അറവുകൾ ആസകലം എനിക്ക് വേണ്ടി മാത്രം എന്റെ പേര് പറഞ്ഞുകൊണ്ടും എനിക്ക് നേർച്ചയാക്കിക്കൊണ്ടും എന്നെ ഉദ്ദേശിച്ചുകൊണ്ടും മാത്രമല്ല നിങ്ങൾ അറക്കുന്നത്, നിങ്ങൾ ഇഷ്ടാനുസരണം ഞാനല്ലാത്ത ശക്തികൾക്ക് വേണ്ടി, ഔലിയാക്കന്മാർക്ക് വേണ്ടി, സാലിഹ്യങ്ങൾക്ക് വേണ്ടി, കബറാളികൾക്ക് വേണ്ടി, ജിന്നുകൾക്ക് വേണ്ടി ഒക്കെയാണ് നിങ്ങൾ അറക്കുന്നതെങ്കിൽ, നേർച്ചയാക്കുന്നതെങ്കിൽ, ഇൻ തക്ഫുറു, അങ്ങനെ നിങ്ങൾ എന്റെ കൽപ്പന പാലിക്കാതെ ഞാൻ നിങ്ങളെ രക്ഷിച്ചു, ഞാൻ നിങ്ങളെ രക്ഷിച്ചു, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകി, എന്നിട്ട് നിങ്ങളുടെ ഭാഗത്തിൽ നിന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതായ ആ ഇബാദത്തുകൾ, ആ ആരാധനകൾ എന്നിലേക്കല്ല കയറുന്നത്, എന്റെ അടിമകളിലേക്കാണ് നിങ്ങൾ നൽകുന്നത് എങ്കിൽ എന്താണ് സംഭവിക്കുക? അള്ളാഹു ഖുർആനിൽ തീർത്തു പറയുന്നു, ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും, അള്ളാഹ്ക്ക് നിങ്ങളുടെ ആവശ്യമില്ല, അള്ളാഹു നിങ്ങൾ നിന്നിട്ട് ഐശ്വര്യവാനാണ്. വലാ യർദാ ലിഇബാദിഹിൽ കുഫർ, പക്ഷേ എന്റെ അടിമകൾക്ക് ഒരിക്കലും അള്ളാഹു പറയുന്നു ഞാൻ ഇഷ്ടപ്പെടുന്നതല്ല. വലാ യർദാ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നതല്ല, ലിഇബാദിഹി, അവന്റെ അടിമകൾക്ക് അൽ കുഫ്ര, നന്ദികേടിനെ, അഥവാ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാതെ ധിക്കരിച്ചുകൊണ്ട് അള്ളാഹുവിന് നൽകേണ്ടതായ തൗഹീദിനെ അത് ശിർക്കാക്കി മാറ്റി, അള്ളാഹുവിന് നൽകേണ്ടതായ ഇബാദത്തിനെ അത് വലാലത്താക്കി മാറ്റി, അത് ബിദ്അത്താക്കി മാറ്റി, അത് അനാചാരമാക്കി മാറ്റി അള്ളാഹിനെ വെറുപ്പിക്കുക എന്നത് അള്ളാഹ് ഇഷ്ടപ്പെടാത്തതാണ്. വഇൻ തഷ്കുറു യർളഹു ലക്കും, നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുകയാണെങ്കിൽ അള്ളാഹ് നിങ്ങൾ എന്നിട്ട് അത് പ്രീതിപ്പെട്ട് സ്വീകരിക്കുന്നതാണ് എന്ന് വിശുദ്ധ ഫുർഖാൻ അലീമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് കാണാം. അവലം യറൗ അന്നാ ഖലഖനാ ലഹും മിമ്മാ അമിലത് ഐദീനാ അൻആമൻ ഫഹും ലഹാ മാലികൂൻ. സൂറത്ത് യാസീൻ അല്ലാഹു ചോദിക്കുന്നു, നാം അവർ ചിന്തിക്കുന്നില്ലേ, നാം അവർക്ക് ഭൂമിയിൽ വെച്ചിട്ട് നൽകിയതായ ആട്, മാട് എന്തെല്ലാം ഇവിടെ ഈ ഖുർആൻ ഇറങ്ങിയ കാലഘട്ടത്തിൽ വാഹനമായി ഉപയോഗിക്കുന്നത് ഇന്ന് നാം വാഹനമായി ഉപയോഗിക്കുന്ന പ്ലെയിൻ പോലെയല്ല, ഇന്ന് നാം വാഹനമായി ഉപയോഗിക്കുന്ന കാർ പോലെയല്ല, അവരുടെ കൂടെയുള്ളതായ അൻആമുകൾ തന്നെയാണ് അവരുടെ വാഹനങ്ങൾ. ഫഹും ലഹാ മാലികൂൻ, നിങ്ങൾ അതിനെ കീഴടക്കുന്നവരാണ്. വദല്ലൽനാഹാ ലഹും ഫമിൻഹാ റകൂബുഹും വമിൻഹാ യഅകുലൂൻ, നിങ്ങൾക്ക് ഞാൻ അതിനെ കീഴ്പ്പെടുത്തി തന്ന്, നിങ്ങൾക്ക് അതിന്റെ മീന് കയറാനുള്ള ചുറ്റുപാടുണ്ടാക്കി തന്ന്, സൗകര്യമുണ്ടാക്കി തന്നു. നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ അതിൽ നിന്നിട്ട് തന്നെ തിന്നുകയും ചെയ്യുന്നു, അതിനെ അവകളെ അറക്കുന്നു, അവകളെ തിന്നുന്നു. വലഹും ഫിഹാ മനാഫിഉ വമശാരിബു ഫലാ യശ്കുറൂൻ, അതേ സമയത്ത് അതിലൂടെ നിങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ, ധാരാളം മൻഫഅത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, നിങ്ങൾക്ക് തിന്നാനുള്ള മാർഗം, കുടിക്കാനുള്ള മാർഗം അതെല്ലാം ആ മൃഗങ്ങളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു. അഫലാ യശ്കുറൂൻ, നിങ്ങൾ എന്തേ നന്ദി പ്രകടിപ്പിക്കുന്നില്ല, നിങ്ങൾ എന്തേ ശുക്ർ ചെയ്യുന്നില്ല, നിങ്ങൾ എന്തേ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നില്ല, നിങ്ങൾ എന്തേ അള്ളാഹുവിലേക്ക്, അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ച ആ പ്രവർത്തനമാകുന്ന നമസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ് അതുപോലെയുള്ളതായ അള്ളാഹിന്റെ ആ ഇബാദത്തുകൾ നിങ്ങൾ അള്ളാഹ്ക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് അവിടെ ചോദിച്ച ചോദ്യം, അന്ന് അങ്ങനെ അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്ലെയിൻ കീഴടക്കി തന്നതായ കാലം, ഇന്ന് അന്തരീക്ഷത്തിലൂടെ പറക്കാൻ അള്ളാഹു ലോകത്തിന് തൗഫീഖ് ചെയ്തതായ
കാലം, അനുഗ്രഹിച്ച കാലം. ഇന്ന് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമുക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അള്ളാഹു. അതിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി നാം ഇപ്പോൾ കാണുന്നതാണ് ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗം. എത്രയോ നാഴിക അകലെ വെച്ചിട്ട് ലോകത്തിന്റെ നാനാതുറകളിൽ മലയാളികൾ എവിടെയുണ്ടാവും അവിടെ നിന്ന് എന്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹമുള്ളവർക്ക് കേൾക്കാൻ സാധിക്കുന്നു. ഇനി സംസാരിച്ചു കഴിഞ്ഞാലും അത് നെറ്റിൽ സൂക്ഷിക്കപ്പെടുന്നു, അത് യൂട്യൂബിൽ സൂക്ഷിക്കപ്പെടുന്നു. ഇത് എത്ര വലിയൊരു അനുഗ്രഹമാണ്. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പരലോകത്തിൽ എന്തടോ നീ എന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചില്ല, എന്തേ നീ എന്നെ മാത്രം ആരാധിച്ചില്ല, എന്തേ നീ എന്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചില്ല, എന്റെ ഖുർആൻ പഠിച്ചില്ല, എന്റെ സുന്നത്ത് പഠിച്ചില്ല എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ നമ്മുടെ മുമ്പിലില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെതിരിൽ സാക്ഷി, നമുക്കെതിരിൽ ഹുജ്ജത്ത് സ്ഥാപിച്ച് തന്നിരിക്കുകയാണ്, തെളിവുകൾ നിരത്തി വെച്ച് തന്നിരിക്കുകയാണ്. എന്തിലൂടെ? ഈ വിശാലമായ നെറ്റ് പോലത്തതായ, കമ്പ്യൂട്ടർ പോലത്തതായ, മൊബൈൽ പോലത്തതായ വിശാലമായ അനുഗ്രഹത്തിലൂടെ. ഇനി വരാൻ പോകുന്ന അനുഗ്രഹങ്ങൾ അതിലും വിശാലമായിരിക്കാൻ നമുക്കറിയുകയില്ല. നിങ്ങൾ ഇതുവരെ കണ്ടതും കാണാത്തതുമായ അറിയാത്തതുമായ എന്തെല്ലാം ഞാൻ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് അള്ളാഹു ഖുർആൻ സൂചന നൽകിയിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടത് നമ്മിൽ നിന്നിട്ട് നന്ദി പ്രകടിപ്പിക്കുക എന്നതാണ്. വമിൻ റഹ്മതിഹി ജഅല ലക്കുമുൽ ലൈല വന്നഹാറ ലിതസ്കുനൂ ഫീഹി വലിതബ്തഗൂ മിൻ ഫദ്ലിഹി വലഅല്ലകും തശ്കുറൂൻ. അല്ലാഹുവിന്റെ നിഅമത്തിൽപ്പെട്ടതാണ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽപ്പെട്ടതാണ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് നിങ്ങൾക്ക് ഞാൻ രാത്രിയെ സൃഷ്ടിച്ചു തന്നു, നിങ്ങൾക്ക് ഞാൻ പകലിനെ സൃഷ്ടിച്ചു തന്നു. അതിൽ നിങ്ങൾക്ക് സമാധാനിക്കുവാനും അതിൽ നിങ്ങൾ വിശ്രമിക്കുവാനും അതിലൂടെ നിങ്ങൾ നേടേണ്ട സമ്പാദ്യങ്ങൾ നേടിയെടുക്കുവാനും പകലിലൂടെയും രാത്രിയിലൂടെയും സമ്പാദിക്കുന്നവർ സമ്പാദിക്കുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? അള്ളാഹു പറയുന്നു വലഅല്ലകും തശ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായി മാറാൻ വേണ്ടിയാണ് എന്നാണ്. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബലിക, നിങ്ങൾക്ക് ഞാൻ വഹി അറിയിച്ചു തന്നു, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് ഞാൻ വഹി അറിയിച്ചു കൊടുത്തു. എന്താണ്? ലഇൻ അശ്റക്ത, നിങ്ങൾ അള്ളാഹുവിന്റെ കൂടെ എന്തിനെങ്കിലും ആരെയെങ്കിലും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും നന്ദി കേട് കാണിച്ച് ശിർക്ക് ചെയ്താൽ, അള്ളാഹുവിന്റെ കൂടെ ഷിട്ടികളെ പങ്കു ചേർത്താൽ മുഹമ്മദേ, അത് നിങ്ങൾ തന്നെ ചെയ്യുകയാണെങ്കിൽ. അള്ളാഹുന്റെ ശൈലി എങ്ങനെയാണ്? അള്ളാഹു നബിമാരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ നബിമാരുടെ ഹിസ്റ്ററികളിൽ നിന്നിട്ട് ഒരു 10-18ഓളം പേരെ കുറിച്ച് അള്ളാഹ് സംസാരിച്ചപ്പോൾ ആ ആയത്തുകളുടെ സമാപനത്തിൽ സൂറത്തുൽ അൻആമിൽ നബിമാരാകുന്ന ഈ മഹാത്മാക്കൾ, ഈ സാലിഹീങ്ങൾ, ഈ സജ്ജനങ്ങൾ, ഞാൻ ബഹുമാനിച്ച ആദരിച്ച വിഭാഗം എന്റെ കൂടെ മറ്റുള്ളവരെ പങ്കു ചേർത്ത് ശിർക്ക് ചെയ്യുകയാണെങ്കിൽ തക്കതായ പ്രതികാരം അവർക്ക് ഞാൻ നൽകുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ മുഖറബായ മലക്കുകളെ കുറിച്ച് അള്ളാഹ് സംസാരിക്കുന്ന വേളയിൽ ആ മലക്കുകളെ കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ഖുർആനിൽ തന്നെ. ഈ മലക്കുകളിൽ നിന്നിട്ട് ആരെങ്കിലും എന്നെയല്ല ആരാധിച്ചത്, എന്റെ ശക്തികളെയാണ് ആരാധിക്കുന്നതെങ്കിൽ, അവരുടെ നേതാവായ ജിബ്രീലിനെയാണ് അവർ ആരാധിച്ചതെങ്കിൽ അവരെ കഠിനമായ ശിക്ഷ നരകത്തിൽ അവരെ ഞാൻ ശിക്ഷിക്കും എന്ന് ഖുർആനിൽ തീർത്ത് പറഞ്ഞായിട്ട് കാണാം. അതുപോലെ ഈ ആയത്തിൽ അല്ലാഹ് പറയുന്നു, മുഹമ്മദ് നബിയെ വലഖദ് ഊഹിയ ഇലൈക, നിങ്ങൾക്ക് ഞാൻ വഹി അറിയിച്ചത്, വഇലല്ലദീന മിൻ ഖബലിക, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് ഞാൻ വഹി നൽകിയത്. എന്താണ്? ലഇൻ അശ്റക്ത, മുഹമ്മദേ, നിങ്ങൾ ശിർക്ക് ചെയ്താൽ, എന്റെ കൂടെ വല്ലവരെയും വിളിച്ച് പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് പകരം നിങ്ങളുടെ മുമ്പ് വന്നതായ നബിമാരെ, അവരുടെ നേതാവായ നിങ്ങളുടെയും വാപ്പയായ ഇബ്രാഹിമിനെയാണ് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചതെങ്കിൽ, ഉദാഹരണത്തിന് എന്താണ് സംഭവിക്കുക? ലയഹ്ബതന്ന അമലുക, നിങ്ങളുടെ സാറു അമലുകൾ നഷ്ടപ്പെട്ടു പോകും. മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ആ റിസാലത്തുമായി വന്നതായ നബിയുടെ അമലുകളൊക്കെ ശിർക്കിലൂടെ നശിക്കുമെങ്കിൽ നമ്മുടെ സ്ഥിതി എന്താണ്? നാം അതുകൊണ്ട് നമ്മുടെ ഈ വിശ്വാസത്തെ, ഈ ആദർശത്തെ, ഈ അഖീദയെ നാം സ്വർണം പോലെ, വെള്ളി പോലെ, പഴം പോലെ, മാണിക്യം പോലെ, ജീവൻ പോലെ സംരക്ഷിക്കേണ്ടതാണ്. നാം തൊള്ള തുറക്കുന്ന സന്ദർഭത്തിൽ പറയുന്നത് തൗഹീദാണോ ശിർക്കാണോ എന്നത് ഓർത്തിട്ട് ചിന്തിച്ചിട്ടല്ലാതെ പറയാൻ പാടുള്ളതല്ല. അത് വളരെ സൂക്ഷിക്കേണ്ട ഭാഗമാണ്. ഒരു വിഭാഗം അങ്ങനെ പറയുന്നു, മറ്റൊരു വിഭാഗം ഇങ്ങനെ പറയുന്നു. അതുകൊണ്ട് പ്രശ്നമില്ല, ജായിസാണ്, സുന്നത്താണ്, അല്ലെങ്കിൽ ജായിസാണ്, അല്ലെങ്കിൽ വിരോധമില്ല, മുബാഹാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തടി കൈച്ചലാക്കിയാൽ അവിടുന്ന് വിടൂല. അവിടെ എത്തിയാൽ അള്ളാഹുവിന്റെ ആ മഹാവൻസഭയിൽ, മഹ്ശറ വൻസഭയിൽ, ആ മഹാ സുപ്രീം കോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ പോരാ, ആ വിശാലമായ അള്ളാഹുവിന്റെ ആ കോർട്ടിൽ വെച്ചിട്ട് അള്ളാഹുവിന്റെ സാന്നിധ്യത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് ചോദിക്കുക തന്നെ ചെയ്യും, നിനക്ക് റിസ്ക് തന്നത് ഞാനല്ലേ, നിന്നെ സൃഷ്ടിച്ചത് ഞാനല്ലേ, നിനക്ക് കണ്ണു തന്നത് ഞാനല്ലേ, നിനക്ക് കാത് തന്നത് ഞാനല്ലേ, നിനക്ക് ചിന്തിക്കാൻ, പഠിക്കാൻ, ചിന്തിക്കാൻ, ആലോചിക്കാൻ ബുദ്ധി തന്നത് ഞാനല്ലേ, ഇതൊക്കെ ഞാൻ ചെയ്തു തന്നിട്ട്
നീ ഞാൻ സൃഷ്ടിച്ച എന്റെ സൃഷ്ടികളാണെന്ന കാക്ഷിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരെ, ഒലിജിമാരെ, നബിമാരെ നീ വിളിച്ച് പ്രാർത്ഥിച്ചു, അവർക്ക് നീ ആരാധന നൽകി, എനക്കെന്തുകൊണ്ട് നൽകിയില്ല എന്ന് അള്ളാഹു അടുത്ത് ചോദിക്കും. ഇവിടുന്ന് വാദപ്രതിവാദം നടത്തിയിട്ടോ, വാചാലതയിൽ കൂടി വാക്ക് കസർത്ത് നടത്തിയിട്ടോ, പ്രസംഗത്തിലൂടെയോ പല ശൈലിയിൽ കൂടി എല്ലാം ചർച്ച ചെയ്തിട്ട് രക്ഷപ്പെടാൻ, തടി കൈച്ചലാക്കാൻ ഇവിടെ സാധിക്കുന്നവർക്ക് സാധിച്ചേക്കാം. പക്ഷെ അവിടുന്ന് വിടൂല. അള്ളാഹ് തീർത്ത് പറഞ്ഞതാണ്, അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ വിഷയം അതാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ മാത്രമായിരിക്കണം ആരാധിക്കേണ്ടത്. എന്നാലാണ് നിങ്ങൾ അള്ളാഹ്ക്ക് നന്ദി പ്രകടിപ്പിച്ച ആളായി മാറുക. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക. ഒക്കും മിന ഷാകിരീൻ, നിങ്ങൾ നന്ദിയുള്ളവരായി മാറുക എന്നാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു വിശുദ്ധ ഫുർഖാൻ അസീമിലൂടെ അള്ളാഹുവിന്റെ റസൂലിനോട് സംസാരിച്ചപ്പോൾ, അഭിസംബോധനം ചെയ്തപ്പോൾ പറഞ്ഞത്. ഖുർആൻ ചോദിക്കുന്നു, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? ചെറിയ നിഅമത്താണ് ആ നിഅമത്താകുന്ന വെള്ളം. അൻതും അൻസൽതുമുഹു മിനൽ മുസ്നി, മുസ്നിൽ നിന്നിട്ട്, മേഘത്തിൽ നിന്നിട്ട്, ആകാശത്തിൽ നിന്നിട്ട്, മീതെ നിന്ന് ആ വെള്ളം നിങ്ങളിലേക്ക് ഇറക്കിയത് അത് നിങ്ങളാണോ അല്ല നാമാണോ എന്ന് ചോദിക്കുന്നു. അതെ, എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചോദിക്കാൻ കാരണം? ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ, നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ളതായ ഉപ്പുവെള്ളമാക്കി അതിനെ മാറ്റാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലാക്കി മാറ്റാൻ അള്ളാഹ്ക്ക് സാധിക്കും. അത് നിങ്ങൾക്ക് ഭൂമിയിൽ നിന്നിട്ട് എടുക്കാൻ പറ്റാത്തതായ വരണ്ടതാക്കി മാറ്റുന്ന ഭൂമി നിങ്ങൾക്ക് നൽകാൻ സാധിക്കും. നിങ്ങൾക്ക് മഴ നൽകാതിരിക്കാൻ സാധിക്കും. പക്ഷേ ഇത്രയെല്ലാം നിഅമത്ത് ചെയ്ത റബ്ബിനെ നിങ്ങൾ എന്തേ നന്ദി പ്രകടിപ്പിക്കാത്തത്? നിങ്ങൾ എന്തേ ശുക്ർ ചെയ്യാത്തത്? നിങ്ങൾ എന്തേ അവന്റെ മുമ്പിൽ നന്ദി പ്രകടിപ്പിക്കുന്നതിൽ നിങ്ങൾ പിൻവലിക്കുന്നത്? നിങ്ങൾ എന്തേ അവൻ ആരാധിക്കുന്നത് നിന്നിട്ട് നിങ്ങൾ പിൻവലിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചോദിക്കുകയാണ്. ഈ ആയത്തിനോട് തൊട്ടിട്ട് അതിനു മുമ്പ് അതിന്റെ ശേഷവും ഈ സൈസിലുള്ള ചോദ്യങ്ങൾ ധാരാളമുണ്ട്. നമ്മുടെ ടൈം അവസാനിച്ചിരിക്കുകയാണ്. ഇനിയും നമുക്ക് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ സാന്ദർഭോചിതമായിട്ട് പറയേണ്ടി വരുമ്പോൾ പറയുകയും ചെയ്യാം. ഇതുവരെ പറഞ്ഞതിൽ നിന്നിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ വിശുദ്ധ മാസത്തിൽ അതുപോലെയുള്ള അല്ലാഹു ബഹുമാനിച്ച് ആദരിച്ച മാസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതുപോലെ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ശരീരത്തെ ആക്രമിക്കാതെ, അശ്ലീലം കാണാതെ, തോന്നിവാസം കാണാതെ, മ്യൂസിക്കുകളും ഹാർമോണിയങ്ങളും കേൾക്കാതെ, ശിർക്കുകൾ ചെയ്യാതെ, ഇബാദത്തുകൾ ചെയ്തുകൊണ്ട്, അള്ളാഹുവിന്റെ കൽപ്പന ജീവിതത്തിൽ പകർത്തിയുമുണ്ട്, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ വിട്ടുതന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കിറക്കിയതായ ഖുർആൻ എ മുതൽ സെഡ് വരെ കഴിവിന്റെ പരമാവധി വായിച്ചിട്ടും ഓതിയിട്ടും അതിൽ നിന്നിട്ട് പഠിക്കേണ്ടത് പഠിച്ചിട്ടും നമ്മുടെ സന്താനങ്ങൾക്ക് പഠിപ്പിച്ചിട്ടും ഈ ഏകദൈവ വിശ്വാസത്തെ, ഈ തൗഹീദിനെ, ഈ അള്ളാഹുവിന് മാത്രമായിരിക്കണം ശുക്ർ, തൗഹീദാകുന്ന ശുക്ർ, ഇബാദത്താകുന്ന ശുക്ർ ചെയ്യേണ്ടത് എന്നത് പഠിപ്പിച്ചു കൊടുക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുമ്മ മൻ അറാദനാ വഅറാദൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅറാദ ബിലാദ ഹറമൈൻ സൂഅൻ അല്ലാഹുമ്മ ഫഅശ്ഗിൽഹു ഫീ നഫ്സി വജഅൽ തദ്ബീറഹു തദ്മീറഹു യാ ഹയ്യു യാ ഖയ്യൂം. അല്ലാഹുമ്മ ആതി അൻഫുസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ أنت وليها ومولاها يا رب العالمين. اللهم ارفع عنا البلاء والوباء، اللهم ارفع عنا البلاء والوباء. اللهم إنا نعوذ بك من البرص والجذام والجنون ومن سيء الأسقام يا حي يا قيوم يا رب العرش العظيم. ഞങ്ങളിലേക്ക് ഇറക്കിയതായ, ഞങ്ങളെ പരിശോധിക്കാൻ വേണ്ടി ഇറക്കിയതായ ഈ പരീക്ഷണത്തിൽ നിന്നിട്ട് ലോകത്തെ നീ മോചിപ്പിക്കണേ നാഥ, ഞങ്ങളെ നീ രക്ഷിപ്പിക്കണേ നാഥ. ഞങ്ങൾക്ക് മുമ്പുള്ളതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യാറുള്ള ആ ആരാധനകൾ, ജുമായാവട്ടെ, ജമാഅത്താവട്ടെ, നമസ്കാരങ്ങളാവട്ടെ, ഹജ്ജാവട്ടെ, അതുപോലെ തന്നെ ഉംറയാവട്ടെ, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പള്ളി സന്ദർശനമാവട്ടെ, അങ്ങനെയുള്ള എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തു കൂട്ടിയിരുന്നോ അതെല്ലാം പതിവ് പോലെ ചെയ്തുകൊണ്ടേയിരിക്കാനുള്ളതായ തൗഫീഖും ദീർഘായുസ്സും ആരോഗ്യവും ഞങ്ങൾക്ക് ചെയ്തു തരണേ രക്ഷിതാവേ. അതുപോലെ തന്നെ നിന്റെ മതത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സേവിക്കാനുള്ളതായ ദീർഘായുസ്സും ആരോഗ്യവും ഞങ്ങൾക്ക് നീ നൽകണേ രക്ഷിതാവേ. ഞങ്ങളുടെ സന്താനങ്ങൾക്കും കുട്ടികൾക്കുമെല്ലാം, അതുപോലെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കുമെല്ലാം, ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള സേവനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നവർക്കുമെല്ലാം നീ തൗഫീഖ് ചെയ്തു കൊടുക്കണേ രക്ഷിതാവേ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.